നമസ്കാരം കൂട്ടുകാരെ, ഞാൻ പീറ്റർ ചോളു. ഇന്നത്തെ വീഡിയോ അതായത് 7/8/2026 വെള്ളിയാഴ്ച വൈകിട്ട് സ്വർണ്ണവിലയും റബ്ബർ വിലയും. സംസ്ഥാനത്ത് സ്വർണ്ണവില വീണ്ടും വർധനവ്. 1 ഗ്രാമിൻ്റെ മുകളിൽ 15 രൂപ, 1 പവൻ്റെ മുകളിൽ 120 രൂപയാണ് ഇന്ന് സ്വർണ്ണവിലയിലുണ്ടായത്. കഴിഞ്ഞ 2 ദിവസങ്ങൾ കൊണ്ട് ഒറ്റയടിക്ക് സ്വർണ്ണവില 4200 രൂപ കൂടിയിരുന്നു. അതേസമയം സംസ്ഥാനത്ത് ഇന്ന് വെള്ളിയുടെ നിരക്ക് 1 ഗ്രാം 240 രൂപയും 10 ഗ്രാം വെള്ളിക്ക് 2400 രൂപയാണ് തുടരുന്നത്. എണ്ണവിലയിലും US ട്രഷറി ബോണ്ട് ആദായത്തിലും ഉണ്ടായ ഇടിവ് സ്വർണ്ണ നിക്ഷേപത്തിന് കൂടുതൽ ആകർഷണം സൃഷ്ടിച്ചതോടെ അന്താരാഷ്ട്ര വിപണിയിൽ സ്വർണ്ണവില ശക്തമായ മുന്നേറ്റമാണ് കാഴ്ചവെക്കുന്നത്. ഇന്നത്തെ വിശദമായി സ്വർണ്ണവില നോക്കുമ്പോൾ സ്വർണ്ണം 22 ക്യാരറ്റ് 13,740, 1 പവൻ 1,09,920. അതുപോലെ 24 ക്യാരറ്റ് 14,984, 1 പവൻ 1,19,912. അതുപോലെ 18 ക്യാരറ്റ് 11,242, 1 പവൻ 89,936. ഇതാണ് വൈകിട്ടത്തെ സ്വർണ്ണവില. സ്വർണ്ണം വാങ്ങിക്കുമ്പോൾ സ്വർണ്ണത്തിൻ്റെ പരിസ്ഥിതി ഉറപ്പാക്കി വാങ്ങിക്കാൻ ശ്രമിക്കുക. ഹോർമൂസിനെ ചുറ്റി US ഇറാനും തമ്മിൽ നിലനിൽക്കുന്ന തർക്കം മേഖലയിലെ സമാധാന ശ്രമങ്ങൾക്ക് ഭീഷണിയായി തുടരുകയാണ്. പശ്ചിമേഷ്യയിൽ ഹോർമൂസിലൂടെ US ഇസ്രായേൽ അടക്കമുള്ള ശത്രുരാജ്യങ്ങളുടെ കപ്പലുകളെ പോകാൻ അനുവദിക്കില്ലെന്നാണ് ഇറാൻ്റെ നിലപാട്. ഇത് മറികടക്കാൻ ശ്രമിക്കുന്ന കപ്പലുകളിൽ നിന്ന് പിഴ ഈടാക്കാനും വ്യവസ്ഥയുണ്ടെന്നാണ് ഇറാൻ പറയുന്നത്. ഇന്നത്തെ വൈകിട്ടത്തെ റബ്ബർ വില നോക്കുമ്പോൾ റബ്ബർ വില കോട്ടയം RSS 4 284, RSS 5 281, ISN20 256, ലാറ്റക്സ് 60% 200 രൂപ 75 പൈസ. ഇതാണ് വൈകിട്ടത്തെ കോട്ടയം വില. കൊച്ചി വില നോക്കുമ്പോൾ RSS 4 284, RSS 5 281. അഗർത്തല വില നോക്കുമ്പോൾ RSS 4 276, RSS 5 273. വിദേശ വില നോക്കുമ്പോൾ ബാങ്കോക്ക് RSS 1 270 83 പൈസ, RSS 2 269 10 പൈസ, RSS 3 267 52 പൈസ, RSS 4 266 66 പൈസ, RSS 5 262 22 പൈസ. ഇതാണ് വിദേശ വില. ഇന്ന് ചെറിയ അനക്കമൊക്കെ ഉണ്ട് വിദേശ വിലയിൽ. ഇന്നത്തെ ലാറ്റക്സ് വിലയിൽ നല്ല കുതിപ്പാണ് വിദേശ ലാറ്റക്സ് വിലയിൽ. അതേസമയം മറ്റെല്ലാ വിലകളും സ്റ്റഡിയായിട്ട് നിൽക്കുകയാണ്. എന്തായാലും മഴയുടെ പ്രശ്നം അങ്ങനെ നിൽക്കുകയാണ്. മോശം കാലാവസ്ഥ സംസ്ഥാനത്തും കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിലും ഇന്നും നാളെയും മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിരിക്കുകയാണ്. ഞങ്ങളുടെ നാട്ടിൽ മഴയില്ലെങ്കിൽ ഒരു തണുത്ത അന്തരീക്ഷമാണ് ഇപ്പോൾ. ഇതോടുകൂടി ഈ വീഡിയോയുടെ പൂർണ്ണമാകുന്നു. ഇത്രയും സമയം ക്ഷമയുടെ കേട്ടിരുന്നത് വളരെയധികം നന്ദി. മഴക്കാലത്ത് നമുക്ക് ജാഗ്രതയോടെ ഇരിക്കുക, ഭയപ്പെടേണ്ട കാര്യമില്ല.